അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചുള്ളത് ആക്റ്റീവ് പ്ലാന്റിലാണ്. അന്നുവിന്റെ ഒരേ ആഗ്രഹമാണ് ആക്റ്റീവ് പ്ലാന്റിലാണ് വരണമെന്ന്. കുറേ ദിവസമായി പറയുന്നത്. അപ്പോൾ അന്നു സാർ ഹാപ്പി അല്ലേ? അപ്പൊ ഉള്ളിലെല്ലാം അപ്പൊ നമ്മള് ടിക്കറ്റ് എല്ലാം എടുത്ത് ഉള്ളിലേക്ക് കയറുന്നതാണ്. ഇതാണ് എൻട്രൻസ്. നമ്മൾ ആക്റ്റീവ് പ്ലാനറ്റിന്റെ എൻട്രൻസ് ആണ് ഇത്. കയറാനു അന്നോസിന് JCB കളിക്കണം എന്നൊരു പൂതി. അപ്പൊ അന്നോസിനെ ഞാൻ കാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അന്നോസ് കളിക്കുന്ന അന്നോ JCB കളിക്കാലോ. ഇത്തന്നെ കാറ്റണ്ട ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടാക്ക്. ഇനി ആടെ ഇട്. അതെ 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 അടുക്ക്. അത് പിടിക്കല്ല അത് പിടിക്കല്ല. ഇഞ്ഞാക്ക് ഒന്നും കൂടി വേണമെന്ന് പറയുന്നത്. ഫാത്തിമന്റെ കഴിഞ്ഞിട്ട് കയറാം. ഫാത്തിമാക്ക് ഒരു ചാൻസ് കൊടുക്കട്ടെ. എനിക്ക് എങ്ങനെയാന്ന് മനസ്സിലായിനാ? ഇതൊന്നോണാക്കി ഇവിടെ. ഇത് ഒരു പറഞ്ഞുതരും അതുപോലെ ചെയ്താൽ മതി. ടിബിന്റെ റൈഡ് 3 മിനിറ്റ് ആണ് ഒരാൾക്ക് ചാൻസ്. അപ്പൊ ഫാത്തിമാന്റെ 3 മിനിറ്റ് ആയാൽ നിൽക്കും കേട്ടോ. എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയാലോ. അന്നൂസിന് ഒന്നും കൂടി കയറണം എന്ന് പറഞ്ഞിട്ടാ നിൽക്കുന്നത്. അന്നൂസ നമുക്ക് ലാസ്റ്റ് കയറാം കേട്ടോ. ഇനിയും കുറെ റൈഡ് ഉണ്ട് അങ്ങല്ലോ. അതിനൊന്നും കൂടി കയറണം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കാര്യം പോകുന്നതാണ്. അന്നൂസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒന്നും കൂടി കയറുന്ന ഹെൽമെറ്റ് ഇടുന്നാല്. അന്നൂസ് ഫാത്തിമ കരിന് കക്കാടയില് എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അടിപൊളിയാ? ഇനി ബൈരം കൊടുക്കുന്ന കണ്ടല്ലോ, കരച്ചില് കണ്ടല്ലോ. അന്നൂസ് ഓട്ടം തുടങ്ങിയ ഇനി അങ്ങോട്ട് പിടുത്തം കിട്ടൂല. നല്ല ഓട്ടത്തിലുള്ള അന്നൂസെ ഒന്നായിട്ട് പോണേ. അന്നൂസ് കഴിഞ്ഞതിനല്ല നമ്മളിവിടെ വന്നിന്. ഈ എക്സ്പീരിയൻസിൽ നല്ല ഓട്ടത്തിലാണുള്ളത്. അന്നോ ഒന്നായിട്ട് അങ്ങോട്ടെല്ലാം കുറെ ഗെയിമുണ്ട്. ഒടിയില് കയറിക്കോ. ഇല്ല ഞാൻ കയറുന്നില്ല. ഇങ്ങള് കയറിക്കോ. കുട്ടിക്ക് കയറാൻ പറ്റൂ? ചെറിയ കയറാൻ പറ്റുമോ ഇതില്? ഇവന് പറ്റൂലല്ല. അവല്ല ഉണ്ടാവണം. അപ്പൊ ചെറുത് അന്നൂസിന് കയറാൻ പറ്റൂല. ഫൈസാനും ഫാത്തിമയും കയറിക്കോ. ഫൈസാനും ഫാത്തിമ ഇതിൽ കയറിയിട്ടുണ്ട്. ഈ റൈഡിന്റെ പേര് ക്രിമ്പിംഗ് ടവറാ. ഫാത്തിമയും ഫൈസാനോ കയറിയ ഇതില്. അങ്ങനെ തന്നെ ക്ലിംബിംഗ് ടവർ ഇതിന്റെ പേര്. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? ഇനി ഫസ്റ്റ് ഫാത്തിമ ഫസ്റ്റ് എത്തി. അന്നു എനിക്ക് ഇതില്ലാത്തോണ്ട് ഇനി കയറാത്തോണ്ട് എനിക്ക് ഉഷാറില്ല അല്ലേ? അന്നൂസ് ചമ്മിട്ടുള്ളൂ. അവനക്ക് കയറാൻ പറ്റൂല എന്ന് പറഞ്ഞോണ്ട് എനിക്ക് നമ്മൾക്ക് വേറെ കയറാം കേട്ടാ. അടിപൊളിയിൽ ഞാൻ കാറ്റിത്തരില്ല. ഇനിയുണ്ട് ഇതിന്റെ കുറേ ഉണ്ട്. കിഡ്സിന്റെ കുറേ ഉണ്ട്. ട്രെയിനെല്ലാം ഉണ്ട്. നമുക്ക് ട്രെയിനിലെല്ലാം കയറാം. അപ്പൊ അന്നൂസ് ഓട്ടം തന്നെയാണ്. അന്നൂസിനെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അന്നു മേലോട്ടേക്ക് അങ്ങോട്ടെല്ലാം ഉണ്ടല്ലോ. മേലോട്ടേക്കാ പോയിട്ടുള്ളത്. ഫൈസാനെ അവരെ നോക്കേ. ഫാത്തിമയോ അന്നും ഭയങ്കര. അപ്പോൾ ഇവിടെ വന്നാൽ ഏറ്റവും കൂടുതൽ അന്നൂസിന് ഇഷ്ടമുള്ള ഏരിയ ഇതാണ്. ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ പോകും. മേലോട്ടെല്ലാം പോയിട്ട് കരക്കുന്നതുകൊണ്ട് നല്ല ഇഷ്ടമാണ് അന്നൂസിന്. അന്നൂസോട് പോയി അതിലേക്ക് പോയാ? എവിടെ അന്നൂസോടെ? കരിക്കോ അത് അന്നു കരുന്ന അഞ്ഞും കരിക്കോ. ഫാത്തിമയും കരിക്കോ. അന്നു ഇതെന്താ? അന്നൂസ് എല്ലാവരും മാറിക്കൊടുക്കുന്ന. അന്നോ ഫാത്തിമാന്റെ ഒക്കെ കരിക്കോ സ്പീഡ് കരിക്കോ. പേടിക്കണ്ട, പോവാൻ ചെയ്യൂല. എല്ലാം ഇവിടെ നോക്കാനെല്ലാം ഇവിടെ ചേച്ചിമാരെല്ലാം ഉണ്ട്. എല്ലാം കുട്ടികളെല്ലാം നോക്കാൻ പ്രത്യേകിച്ച് ഇവിടെ ചേച്ചിമാരും
എല്ലാം ഉണ്ട്. എല്ലാ റൈഡിൻ്റെ അടുത്തും പ്രത്യേക ആളെല്ലാം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സേഫ്റ്റീനെ പറ്റിയിട്ട് പേടിയൊന്നും വേണ്ട. കരിക്കോ അങ്ങനെ തന്നെയാ കാര്യ. ഇന്നെപ്പോലത്തെ ആളെല്ലാം കരിക്ക്. അന്നൂസിന് പേടി ഏറ്റിട്ട് കയറണ്ടെന്ന് പറയുന്നത്. കരിക്കോ അങ്ങനെ തന്നെ കരിക്കോ ഇത്തത്തെ അവസ്ഥ വരാന്നാല് തിരിച്ചിറക്കുന്ന എന്നാ ബാപ്പൂരി അവനക്ക് മേലോട്ട് പകുതി എത്തുമ്പോഴത്തേക്ക് എന്നെ പേടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നാ പോയി ഇറങ്ങിക്കോ ബാ. കാര്യം വേണ്ടി കൊണ്ടാ, അല്ലാണ്ട് പേടിയൊന്നല്ല. അടുത്ത ഗെയിമിലേക്ക് പറയുന്നുണ്ട്. ഓനക്ക് എല്ലാത്തിലും വേഗം കാരണം എന്നാ അതാ വേഗം കിഞ്ഞിട്ട് പോകുന്ന അതിൽ നിന്ന്. അതാ അടുത്ത ഇതിൽ കയറട്ടെ. എന്നാല് ഇതിൽ കയറുന്നാ. ഈ റൈഡിന്റെ പേരാണ് ബുൾ ഹോഹോ. അപ്പോൾ അന്നോസ്, ഫൈസാൻ, ഫാത്തിമ എല്ലാവരും കയറിയിട്ടുണ്ട്. അന്നൂസിനെ പിടിക്കണേ. അന്നൂസേ അടിപൊളിയാ, പിടിക്കണേ. നല്ലതാ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇപ്പോൾ സ്കൂളെല്ലാം വെക്കേഷനിൽ കഴിയാനായില്ല, അതിൻ്റെ എല്ലാം ഒരു തിരക്കാണ്. നല്ല ആളാണ്. പിന്നെ കുട്ടികൾക്കെല്ലാം നല്ലോണം കളിക്കേണ്ട ആക്ടിവിറ്റീസുകൾ കുറേ ഉണ്ടല്ലോ, അതുകൊണ്ട് അന്വേഷക മേലക്കാരിയല്ലേ. കുട്ടികൾ മെയിനായിട്ടുള്ള ഇവിടെ ആക്ടിവിറ്റീസുകൾ കുറേ ഉണ്ട്. കുട്ടികൾ പിന്നെയും വരാൻ ഉദ്ദേശിക്കുന്ന അതാണ്. അന്വേഷണം അതല്ല, പിന്നെയും വരാൻ പൂതിയുള്ള കുറേ ആക്ടിവിറ്റീസുകളുണ്ട് കുട്ടികൾ, ചെറിയ കുട്ടികൾക്കുള്ള. അയ്മന്നൂരല്ലാണ് ഇതല്ല. ഓ അന്നുവത്തി എങ്ങനെയുണ്ട്? റൈറ്റ്സിൽ അന്നു കാരി പോകുന്നുണ്ട്. അത് അതിലാ കാരമേലോട്ട് കയറിയിട്ടില്ല. അന്നു കരിക്കോ ഫാത്തിമ കരിക്കോ ഇതിൽ കരിക്കോ. അന്നൂസിനെ ഇതിലാ കാരണ്ടെന്നിട്ട് ഇതാകുന്നില്ല, ഇതിലാ കാരണ്ടെന്ന് കൺഫ്യൂഷനാണ്. അന്നോ അതാ കരിക്കോ, മേലോട്ട് കയറി. ഓൻ്റെ ഒക്കെ കരിക്കോ. എൻ്റെ ഫ്രണ്ട് അതാ കരിക്കോ അതാ ഓനതാ കയറുന്നേ. കരിക്കോ കാണുന്ന പോലെ ഒന്നല്ല, പേടിയെല്ലാം ഉണ്ട് നല്ല. ഫാത്തിമ കരിക്കാരി മേലെ എത്തിനൊന്നല്ലേ. ഫാത്തിമയോട്ട് പോയി. ഫാത്തിമയും ഫൈസാൻ ഇതിലാ കാര്യ. കരിക്കോ പിടിച്ചോ. അതിന്റെ ഉള്ളിലോട്ട് ഇങ്ങ് വീണ് നോക്കിക്കോളെ. അതാ കാരിക്കോ, ഇവനെയും കാറ്റ്. ഇനിയുണ്ട് സിബ് ലൈൻ എല്ലാം ഉണ്ട്. ഇനിയും മേലെ ഇനിയും ഉണ്ടല്ലോ. അന്നൂസിന് എല്ലാം അറിയാം ഇവിടുത്തെ. ഞാൻ തീർന്നെന്ന് പറഞ്ഞിട്ട് ഇനിയും ഉണ്ട് മേലാന്നാ പറയുന്നത്. ഇനി മൂന്നാമത്തെ വട്ടമല്ലേ ഇത് ഇവിടെ. അന്നൂസിന്റെ ഒറ്റക്കുള്ള ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇരുന്നതാണത്. എന്താ ഇങ്ങനെ കരയെന്നല്ല ഇരുന്നിക്കുന്നത്, ശരിക്കിരിക്കറാ. ഫോട്ടോ ചാട്ടത്തിലെല്ലാം മുടിയെല്ലാം ഇതായിട്ടുള്ള ഒറ്റക്കുള്ള ഫോട്ടോ ആണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇരുന്നതാണ്. ബാപ്പിയൊന്നും വേണ്ട. ഒറ്റക്കാണ്ടു അടുത്തോ. വെരി ഗുഡ്. അപ്പൊ ഈ ഗെയിമിൽ കയറണം എന്ന് പറയുന്ന അന്നൂസ് ഇതെന്ത് ഗെയിമാ? കൊമ്പിലൂടെ കയറണം, അതിലൂടെ കയറിക്കും. അന്നൂസ് ഫാത്തിമ ഒരു ബട്ടർഫ്ലൈ ഗെയിമിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഫൈസാൻ കയറിയിട്ടില്ല, അന്നൂസ് ഫാത്തിമ കയറിയിട്ടുള്ളൂ.
മിറാക്കിൾ ഗാർഡനിലെല്ലാം പോയ പോലെ ഇല്ല അത്. നമ്മൾ ഇതേ വീഡിയോ ഇട്ടേരോ ഇങ്ങനെ ചോദിച്ചിന് ആരോ മിറാക്കിൾ ഗാർഡൻ അല്ലേ, അതേ ഒരു ഫീലിംഗ് നമുക്ക് അനുഭവപ്പെടുന്നു ഇവിടെ വന്നാൽ. അപ്പോൾ ഇവിടെ വരാത്ത ആളുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്ന് ഇത് അനുഭവിക്കൽ തന്നെ നല്ലൊരു ഇതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർക്ക് തന്നെയാണിത്, ആക്റ്റീവ് പ്ലാനറ്റ്. അത് ഉറക്കുന്നൊരു കാര്യം. അന്നു അന്നു എങ്ങനെ ഇങ്ങോട്ട് അടിപൊളിയാ. അടുത്ത ഫാത്തിമയായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം കാരുന്നിടത്തെല്ലാം വേറെ ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, അത് അവിടുത്തെ മെയിൻ പ്ലസ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. സെക്യൂരിറ്റിക്കെല്ലാം നല്ല കുട്ടികളെല്ലാം നോക്കിയാൽ നല്ലോണം ആൾക്കാരുണ്ട്. ചേച്ചിമാരെല്ലാം നല്ല കുട്ടികളെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഭൂകമ്പം എടുക്കുകയെല്ലാം ചെയ്യുന്നതിനല്ലോ. അപ്പോൾ അത് ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റാണ് ഇവിടുത്തെ ഈ പാർക്കിൽ. എല്ലാ റൈഡിൻ്റെ അടുത്ത് 2-3 ചേച്ചിമാരുണ്ടാവും. അപ്പോൾ ഗൈസ് ആടെ ആഫ്രിക്കൻകാരൊക്കെ ഉണ്ടായിരുന്നു. ഓരപ്പം ഞാൻ ഡാൻസൊക്കെ കളിച്ച് പിന്നെ ഓരോ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പി റൈറ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയിൽ പെടുത്തിയിട്ടില്ലായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.